Good morning all. Today let us discuss another topic in module 6, which is multiple context processes. So what do you mean by multiple context processes? So multiple context is nothing but multiple threaded processor. Okay, multi-threaded operations നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സറിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡഡ് പ്രോസസ്സർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൾട്ടി ത്രെഡഡ് പ്രോസസ്സറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഒരു എഫിഷ്യൻസി ഫോർമുല, ഒരു ജനറൽ ആർക്കിടെക്ചർ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ലെറ്റ് us start with the topic multiple context processor. A multi-threaded systems are constructed with the help of multiple context processors or multi-threaded processors. ഇപ്പോൾ ഒരു മൾട്ടി ത്രെഡഡ് സിസ്റ്റം, മൾട്ടിപ്പിൾ ത്രെഡ്സ് ഹാൻഡിൽ ചെയ്യേണ്ട സിസ്റ്റംസ് നമ്മൾ എന്ത് വെച്ചാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? യൂസിങ് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് പ്രോസസ്സേഴ്സ് ഓർ മൾട്ടി ത്രെഡഡ് പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സർ മോഡൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് പ്രോസസ്സർ മോഡൽ. ഓക്കെ, അപ്പോൾ എൻഹാൻസ്ഡ് പ്രോസസ്സർ, നമ്മൾ ഒരു പ്രോസസ്സറിന് നമ്മൾ എങ്ങനെയാണ് ഒരു എൻഹാൻസ്മെൻറ്റ് കൊണ്ടുവരുത്തുന്നത്? അപ്പോൾ അതിന് മുമ്പായിട്ട് ആ എൻഹാൻസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലെറ്റ് us ഡിസ്കസ് എ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ. ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എ കൺവെൻഷണൽ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ വിൽ വെയിറ്റ് ഡ്യൂറിങ് എ റിമോട്ട് റെഫറൻസ്. സോ വി മേ സേ ഇറ്റ് as idle ഫോർ എ പീരീഡ് ഓഫ് ടൈം L. ഇപ്പോൾ ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സറാണെങ്കിൽ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ ഒരു പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു റിമോട്ട് റെഫറൻസ് വല്ലതും വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ആ പ്രോസസ്സർ അവിടെ ഐഡിലായിട്ട് നിൽക്കുന്നു, അല്ലേ? അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിലെല്ലാം പഠിച്ചത്. അപ്പോൾ ഒരു നമുക്കൊരു പ്രോസസ്സറുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സർ ഒരു ത്രെഡ്, സോ ദിസ് ഈസ് വൺ ത്രെഡ്, T1 എന്ന് പറയുന്നൊരു ത്രെഡ്. ഓക്കെ, അപ്പോൾ ആ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് ഒരു റിമോട്ട് ലോഡിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റിമോട്ട് ആക്സസ്, ഈ ത്രെഡ് T1 എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു റിമോട്ട് ലോഡിംഗ് ഓപ്പറേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് പ്രോസസ്സർ പോയി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇത് സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ ആ റിമോട്ട് ഓപ്പറേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു? പ്രോസസ് ഈസ് സ്റ്റേയിങ് ഐഡിൽ. ഓക്കെ, ആ സമയത്ത് പ്രോസസ്സറിന് വർക്കിംഗ് ഇല്ല. ആ സമയത്ത് ദ പ്രോസസ് ഈസ് സ്റ്റേയിങ് ഐഡിൽ. ഓക്കെ, അതാണ് ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സറിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അത് നോക്കുക. എ കൺവെൻഷണൽ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ വിൽ വെയിറ്റ് ഡ്യൂറിങ് എ റിമോട്ട് റെഫറൻസ് ഓർ എ റിമോട്ട് ലോഡ്. സോ വി മേ സേ ഇറ്റ് ഈസ് ഐഡിൽ ഫോർ എ പീരീഡ് ഓഫ് ടൈം L. ഓക്കെ, അപ്പോൾ റിമോട്ട് ആക്സസ് അല്ലെങ്കിൽ റിമോട്ട് ലോഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിമോട്ട് റെഫറൻസിന് വേണ്ടി പോകുമ്പോഴത്തേക്കും പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് ഐഡിലായിട്ട് ഇരിക്കും. ഓക്കെ, ഐഡിൽ ഫോർ എ ടൈം പീരീഡ് L എന്ന് പറയുന്ന ടൈം പീരീഡ് അത് ഐഡിലായിട്ട് ഇരിക്കും. ഓക്കെ, മൾട്ടി ത്രെഡഡ് ആകുമ്പോൾ എങ്ങനെയാണ്? മൾട്ടി ത്രെഡഡ് പ്രോസസ്സർ വിൽ സസ്പെൻഡ് ദ കറണ്ട് കോണ്ടെക്സ്റ്റ് ആൻഡ് സ്വിച്ച് ടു അനദർ. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു ത്രെഡുണ്ട്, സേ T2. ഓക്കെ, അപ്പോൾ T1 എന്ന് പറയുന്ന സംഭവം റിമോട്ട് റെഫറൻസിന് പോകുമ്പോഴത്തേക്കും പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? T1ലുള്ള കൺട്രോൾ വിട്ടിട്ട് ഇറ്റ് വിൽ ഗോ ആൻഡ് എക്സിക്യൂട്ട് ത്രെഡ് T2. ഓക്കെ, ഇതാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എ മൾട്ടി ത്രെഡഡ് പ്രോസസ്സർ വിൽ സസ്പെൻഡ് ദ കറണ്ട് കോണ്ടെക്സ്റ്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് and switch to another context. Okay, so after some fixed number of cycles it will again be busy doing the useful work. Okay, അപ്പോൾ പ്രോസസ്സർ എന്താണ്? ഇറ്റ് വിൽ ബി ഓൾവേസ് ബിസി. ആ സൈക്കിൾസ് ഒന്നും വേസ്റ്റ് ആവാതെ ആ യൂസ്ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പ്രോസസ്സർ എപ്പോഴും ബിസി ആയിരിക്കും, ഐഡിലായിട്ടിരിക്കുകയും ചെയ്തില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രോസസ്സർ വിൽ ബി ഓൾവേസ് ബിസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സറിനെ എപ്പോഴും ബിസി ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബിസി ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പ്രോസസ്സറിന് നമ്മൾ ടാസ്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ത്രെഡ് ഏതെങ്കിലും ഹോൾട്ട് ആവുക, എന്തെങ്കിലും കാരണം കൊണ്ട് റിമോട്ട് റെഫറൻസ് കാരണം ഹോൾട്ട് ആവുക എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സർ അത് സസ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ത്രെഡിന് ഇഷ്യൂ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതും എന്തെങ്കിലും പ്രശ്നം വന്ന് ഹോൾട്ട് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ അനദർ ത്രെഡ്.
ഓക്കെ, അപ്പോൾ പ്രോസസ്സർ എപ്പോഴും ബിസി ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതാണ് ഇവിടെ താഴെ പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടൈം ദാറ്റ് ദ പ്രോസസ്സർ ഈസ് ബിസി. ഓക്കെ, പ്രോസസ്സർ എത്രയധികം നമുക്ക് ബിസി ആക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ബിസി ആക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് പ്രോസസ്സറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ദ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ്സർ ഈസ് ദ പെർഫോമൻസ് ഇൻഡെക്സ്. നമുക്കിനി ഈ പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, എഫിഷ്യൻസി ഈക്വൽ ടു ബിസി പ്ലസ് സ്വിച്ചിങ് പ്ലസ് ഐഡിൽ. അതായത് ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ പ്രോസസ്സറിൻ്റെ ബിസി ടൈം എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം. ഇപ്പോൾ ഒരു ത്രെഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്തു, ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ത്രെഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ ഓരോ എക്സിക്യൂട്ടിംഗ് ടൈമിലും പ്രോസസ്സർ ബിസി ആയിരിക്കും. ആ ടൈമാണ് ബിസി ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഡിവൈഡഡ് ബൈ ദ ബിസി ടൈം പ്ലസ് സ്വിച്ചിങ് ടൈം. വാട്ട് മീൻ ബൈ സ്വിച്ചിങ് ടൈം? ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്ത കോണ്ടെക്സ്റ്റിലേക്കുള്ള സ്വിച്ചിങ്, ആ ഒരു സ്വിച്ച് ഓവറിനൊരു ടൈം എടുക്കും. ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും അടുത്ത കോണ്ടെക്സ്റ്റിലേക്കുള്ള കൺട്രോൾ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതാണ് സ്വിച്ചിങ് ടൈം. ഓക്കെ, നൗ ഐഡിൽ ടൈം എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് പ്രോസസ്സർ കുറച്ച് നേരം ഐഡിലായിട്ട് ഇരിപ്പുണ്ടോ, ആ ടൈമാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ വി ആർ കാൽക്കുലേറ്റിംഗ് ദ എഫിഷ്യൻസി ഓഫ് എ പ്രോസസ്സർ, efficiency of a multi-threaded processor. Okay, efficiency equal to busy plus switching plus idle. Okay, the basic idea behind a multi-threaded machine is to interleave the execution of several contexts in order to reduce the value of idle. അപ്പോൾ ഐഡിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ ത്രെഡ്സും അല്ലെങ്കിൽ ഓരോ കോണ്ടെക്സ്റ്റും ഇൻ്റർലീവ്ഡ് ഫാഷനിൽ നമ്മൾ കൊടുക്കുക പ്രോസസ്സറിലേക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ആ കോണ്ടെക്സ്റ്റ് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ആ ത്രെഡിന് എന്തെങ്കിലും റിമോട്ട് റെഫറൻസ് എല്ലാം വരികയാണെങ്കിൽ അടുത്ത ത്രെഡിലോട്ട് പോകും. ഓക്കെ, ഇനി തിരിച്ച് ആ ത്രെഡ് ഏകദേശം തീരാറാകുമ്പോഴത്തേക്കും ഈ ത്രെഡ് ആക്ച്വലി ഈ ത്രെഡ് ഏതെങ്കിലും റിമോട്ട് റെഫറൻസിന് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കൺട്രോൾ പോയി തിരിച്ച് ഈ ത്രെഡിലോട്ട് വരും, ഈ ത്രെഡ് ഫ്രീ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇൻ്റർലീവ്ഡ് ഫാഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോണ്ടെക്സ്റ്റിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് പറയുന്നത്. ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് മൾട്ടി ത്രെഡഡ് മെഷീൻ ഈസ് ടു ഇൻ്റർലീവ് ദ എക്സിക്യൂഷൻ ഓഫ് സെവറൽ കോണ്ടെക്സ്റ്റ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ വാല്യൂ ഓഫ് ഐഡിൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ഇൻ്റർലീവ്ഡ് മാനറിൽ വിൽ ബി ഇഷ്യൂയിങ് ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, the context cycles through the following states. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിന് നമ്മൾ 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ 4 സ്റ്റേറ്റ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് സൈക്കിൾ നമുക്ക് മനസ്സിലായി. കോണ്ടെക്സ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ത്രെഡിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് ഹാവിങ് 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്, ലീവിങ് സ്റ്റേറ്റ് ആൻഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. ഓക്കെ, റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രെഡ് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ റെഡി സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ സ്റ്റേറ്റാണ്. ഓക്കെ, ലീവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൽ നിന്ന് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് എക്സിറ്റ് ആകുമ്പോഴാണ് ലീവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിന് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിമോട്ട് റെഫറൻസോ റിമോട്ട് ലോഡോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നു. അതാണ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ക്യാൻ ബി അറ്റ് മോസ്റ്റ് 1 കോണ്ടെക്സ്റ്റ് റണ്ണിങ് ഓർ ലീവിങ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഒരു കോണ്ടെക്സ്റ്റ് റണ്ണിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരെണ്ണം ലീവ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ലീവ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം. ഓക്കെ, അതാണ് പറയുന്നത്. ദർ ക്യാൻ ബി മാക്സിമം 1 കോണ്ടെക്സ്റ്റ് റണ്ണിങ് ഓർ 1 കോണ്ടെക്സ്റ്റ് ലീവിങ്. ഓക്കെ, ഒരെണ്ണം ഒരു സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സമയത്ത് ഒരു കോണ്ടെക്സ്റ്റ് റണ്ണിങ് ആയിരിക്കാം, വേറൊരു കോണ്ടെക്സ്റ്റ് റണ്ണിങ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലീവ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഓക്കെ, എ പ്രോസസ്സർ ഈസ് ബിസി ഇഫ് ദർ ഈസ് എ കോണ്ടെക്സ്റ്റ് in the running state.
ഇപ്പോൾ പ്രോസസ്സർ ബിസി എന്ന് പറയുന്ന കാര്യം എപ്പോഴാണ് നമ്മൾ ബിസി എന്ന് പറയുന്നത്? അത് റണ്ണിങ് സ്റ്റേറ്റിലാകുമ്പോഴത്തേക്കാണ് പ്രോസസ്സർ ബിസി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയമാണ് ഈ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോസസ്സർ ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോണ്ടെക്സ്റ്റ് ഈസ് ഇൻ റണ്ണിങ് സ്റ്റേറ്റ്. ഓക്കെ, പ്രോസസ്സർ എക്സിക്യൂഷൻ സമയത്താണ് റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്വിച്ചിങ് വൈൽ മേക്കിംഗ് ദ ട്രാൻസിഷൻ ഫ്രം വൺ കോണ്ടെക്സ്റ്റ് ടു അനദർ. ഓക്കെ, ഒരു സ്വിച്ച് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോഴാണ് അതിന് സ്വിച്ചിങ് എന്ന് പറയുന്നത്, അല്ലേ? സ്വിച്ചിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും റിമോട്ട് റെഫറൻസോ റിമോട്ട് ലോഡിങ്ങോ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിന് അടുത്ത ഇതിലേക്ക് കൊടുക്കും, അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ഓൾ ദ കോണ്ടെക്ട്സ് ആർ ബ്ലോക്ക്ഡ് ആൻഡ് വി സേ ദാറ്റ് ദ പ്രോസസ്സർ ഈസ് ഐഡിൽ. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ത്രെഡുകളൊന്നും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം ചിലപ്പോൾ. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളതിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് പ്രോസസ്സർ എന്താ ചെയ്യുക? ആ പ്രോസസ്സർ ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല, ഇറ്റ് വിൽ ബി സ്റ്റേയിങ് ഐഡിൽ. ഓക്കെ, അപ്പോൾ ഇഫ് ഓൾ ദ കോണ്ടെക്ട്സ് ആർ ബ്ലോക്ക്ഡ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ പ്രോസസ്സർ ഈസ് ഇൻ ഐഡിൽ സ്റ്റേറ്റ്. ഓക്കെ, എ റണ്ണിങ് കോണ്ടെക്സ്റ്റ് കീപ് ദ പ്രോസസ്സർ ബിസി until it issues an operation that requires a context switch. A running context എപ്പോഴും ഒരു പ്രോസസ്സറിനെ ബിസി ആയിട്ട് സൂക്ഷിക്കും. ഏതുവരെ? അടുത്ത കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന് സമയമാവുന്നത് വരെ എന്ത് ചെയ്യുന്നു? ആ റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എപ്പോഴും പ്രോസസ്സറിനെ ബിസിയാക്കി സൂക്ഷിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇപ്പോൾ പ്രോസസ്സർ ഈസ് ബിസി, ഇഫ് ദർ ഈസ് എ കോണ്ടെക്സ്റ്റ് ഈസ് റണ്ണിങ് സ്റ്റേറ്റ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റ് എപ്പോഴും പ്രോസസ്സറിനെ ബിസി ആയിട്ട് സൂക്ഷിക്കും. എപ്പോൾ വരെ? അടുത്ത കോണ്ടെക്സ്റ്റിന് സമയമാവുന്നവരെ അത് ബിസി ആയിട്ട് സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഫിഷ്യൻസി ഫോർമുല, പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി ഫോർമുല ആൻഡ് ഓൾസോ ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് എ കോണ്ടെക്സ്റ്റ് ഓർ എ ത്രെഡ്. ഓക്കെ, ഇതാണ് സംഭവം. ഇനി this is the architecture for a multi-threaded or a multi-threaded model. It's a representation for a multi-threaded model or multiple context model. ഓക്കെ, ഇതിൽ ഓരോന്നും ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നും എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ത്രെഡാണ്. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഒരു ത്രെഡിനകത്ത് നമുക്ക് പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും, സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ എന്താണ്, നമുക്ക് PSW ഉണ്ടാവും. PSW എന്ന് പറഞ്ഞാൽ പ്രോസസ് സ്റ്റാറ്റസ് വേർഡ്. ഓക്കെ, അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനുള്ള ഒരു മെക്കാനിസമാണത്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്താണെന്ന് അറിയാം, രജിസ്റ്റേഴ്സ് നമ്മളെ ഇൻസ്ട്രക്ഷൻസും ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ഒരു പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്: സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്, എ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് എ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഓക്കെ, ദിസ് ഫോംസ് എ സിംഗിൾ ത്രെഡ് ഓർ എ കോണ്ടെക്സ്റ്റ്. ഇത് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റാണ്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് നമ്മൾ അടുക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ മൾട്ടി-ത്രെഡഡ് കോൺസെപ്റ്റ്, മൾട്ടി-ത്രെഡഡ് പ്രോസസ്സർ ഓർ എ മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് പ്രോസസ്സിങ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെയാണ് നമ്മൾ ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്, അല്ലേ? അർത്ഥമാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ്, നമ്മളെ ലോക്കൽ റെഫറൻസ്, റിമോട്ട് റെഫറൻസ്. ഈ ലോക്കൽ റെഫറൻസ് എന്ന് പറയുന്ന ക്യാഷ്, റിമോട്ട് നമ്മുടെ മെയിൻ മെമ്മറി. ഓക്കെ, ദിസ് ഈസ് എ മൾട്ടി-ത്രെഡഡ് മോഡൽ. ഇറ്റ് അസ്യൂംസ് വൺ ത്രെഡ് പെർ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ത്രെഡ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് തന്നെ ത്രെഡാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ത്രെഡാണ് ഉള്ളത്. ആൻഡ് ഈച്ച് കോണ്ടെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് ഓൺ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ഈച്ച് കോണ്ടെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പ്രോഗ്രാം കൗണ്ടർ, PC, എ രജിസ്റ്റർ സെറ്റ്, അല്ലേ, ആൻഡ് എ പ്രോസസ് സ്റ്റാറ്റസ് വേർഡ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസ്. ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരു ത്രെഡിനെ നമ്മൾ അടുത്ത ത്രെഡിലിട്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിനെ അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറിങ് ബേസ്ഡ് ഓൺ ദ മൾട്ടി-ത്രെഡഡ് ആർക്കിടെക്ചർ. പല മൾട്ടി-ത്രെഡഡ് ആർക്കിടെക്ചറിനും പല രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല,
നമ്മൾ ഒരു ത്രെഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് പ്രോസസ്സറിന് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ എന്തൊക്കെ കാരണം കൊണ്ടാണ് സ്വിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് മൾട്ടി ത്രെഡഡ് ആർക്കിടെക്ചേഴ്സ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ കോണ്ടാക്ട് സ്വിച്ചിങ് പോളിസീസ്. ഓക്കെ, പല മൾട്ടി ത്രെഡഡ് ആർക്കിടെക്ചറിന് പല രീതിയിലുള്ള കോണ്ടാക്ട് സ്വിച്ചിങ് പോളിസീസാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? സ്വിച്ച് ഓൺ ക്യാഷ് മിസ്. ഇപ്പോൾ ക്യാഷ് മിസ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ക്യാഷിന് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഡാറ്റ കിട്ടാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ത്രെഡ് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യില്ല. ക്യാഷിന് ഡാറ്റ വരുന്നവരെ വെയിറ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ സ്വിച്ച് ഓൺ ടു നെക്സ്റ്റ് ത്രെഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്. അതാണ് സ്വിച്ച് ഓൺ ക്യാഷ് മിസ്. അപ്പോൾ ക്യാഷിൽ നമുക്ക് ഡാറ്റ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. This policy corresponds to the case where a context is preempted when it causes a cache miss. Cache miss വരുമ്പോഴത്തേക്കും കോണ്ടെക്സ്റ്റിനെ നമ്മൾ പ്രീംപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സ്വിച്ച് ഓവർ ചെയ്യും. ഏത് ലോഡിങ് ഓപ്പറേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോണ്ടെക്സ്റ്റിനെ സ്വിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. റിമോട്ട് ലോഡ് അല്ലെങ്കിൽ റിമോട്ട് റെഫറൻസ് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കോണ്ടെക്സ്റ്റിനെ സ്വിച്ച് ചെയ്ത് കൊടുക്കും. So this policy allows switching on every load independent of whether it will cause a miss or not. ഓക്കെ, ഇപ്പോൾ ക്യാഷ് മിസ് ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. നമ്മൾ ഏത് ലോഡ് ഓപ്പറേഷൻ വന്നാലും നമ്മൾ കോണ്ടെക്സ്റ്റിനെ സ്വിച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, കാരണം ഒരു പ്രോസസ്സറുണ്ട്, ആ ത്രെഡിന് ഇഷ്യൂ കണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ത്രെഡ് ലോഡ് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും അതിനെ മാറ്റി നമ്മൾ അതിനെ മാറ്റി അടുത്ത ത്രെഡിലേക്ക് കൊടുക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റാണ്. സ്വിച്ച് ഓൺ എവരി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, പുതിയ ഏത് ഇൻസ്ട്രക്ഷൻ എടുത്താലും നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്ത് കൊടുക്കും. ദിസ് പോളിസി അലൗ സ്വിച്ചിങ് ഓൺ എവരി ഇൻസ്ട്രക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെദർ ഇറ്റ് ഈസ് എ ലോഡ് ഓർ എ നോട്ട്. ഓക്കെ, ഇപ്പോൾ പുതിയ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്കും, പുതിയ ത്രെഡിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്കും അത് അടുത്ത ത്രെഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും. ഓക്കെ, സ്വിച്ച് ഓൺ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ബ്ലോക്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഡിഫറെൻറ്റ് ത്രെഡ്സ് ആർ ഇൻ്റർലീവ്ഡ്. അപ്പം നമ്മൾ സെറ്റ് ഓഫ് പല ത്രെഡിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ഇൻ്റർലീവ്ഡ് ഫാഷനിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറേ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കാണും. ആ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒരു പർട്ടിക്കുലർ ത്രെഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഓരോ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഇൻ്റർലീവ്ഡ് ഫാഷനിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. അതായത് ആദ്യം ഒരെണ്ണം ചെയ്യും. ഓക്കെ, അത് എന്തെങ്കിലും റെഫറൻസോ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അടുത്ത ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഒരു റിമോട്ട് ഓപ്പറേഷൻ വരുമ്പോഴത്തേക്കും അടുത്ത ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ഇൻ്റർലീവ്ഡ് ഫാഷനിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് സ്വിച്ച് ഓൺ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തത് ഒരു പ്രോസസ്സർ എഫിഷ്യൻസി ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ. ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ എഫിഷ്യൻസി വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സിൽ നമ്മൾ കോണ്ടെക്സ്റ്റിനെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എ സിംഗിൾ ത്രെഡ് പ്രോസസ്സർ എക്സിക്യൂട്ട് എ കോണ്ടെക്സ്റ്റ് അൺടിൽ എ റിമോട്ട് റെഫറൻസ് ഈസ് ഇഷ്യൂ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഐഡിൽ അൺടിൽ ദ റെഫറൻസ് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോസസ്സറുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ പ്രോസസ്സർ. നമുക്കിവിടെ സിംഗിൾ ത്രെഡേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും റിമോട്ട് റെഫറൻസ് വല്ലതും വന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഡാറ്റ എടുക്കാനുള്ള ഇത് വന്നു. അപ്പോൾ ആ സമയത്ത് ദിസ് പ്രോസസ്സർ വിൽ ബി ഐഡിൽ. ഓക്കെ, കാരണം ഇത് സ്വിച്ച് ചെയ്യാൻ വേറെ ത്രെഡൊന്നും ഇല്ല. ഓക്കെ, ഇത് സ്വിച്ച് ചെയ്യാനുള്ള മെക്കാനിസം ഇല്ല. അപ്പോൾ ആ സമയത്ത് ദ പ്രോസസ്സർ വിൽ ബി ഐഡിൽ ആൻഡ് ദ പ്രോസസ്സർ വിൽ റിട്ടേൺ ബാക്ക് ടു ദ ബിസി സ്റ്റേറ്റ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ റെഫറൻസ്. ഓക്കെ, ആ റെഫറൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അതങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. A single threaded processor executes a context until a remote reference is issued and then it is idle until the reference complete. ഇപ്പോൾ റെഫറൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെ പ്രോസസ്സർ ഐഡിലായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതൊക്കെ കേസിലാണ്? ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ. അവിടെ ഒരു സിംഗിൾ ത്രെഡ് മാത്രമേ നമുക്കവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ത്രെഡഡ് പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി നമുക്കൊരു ഫോർമുലയുണ്ട്. E1 E1 stands for the efficiency for a single thread processor.
is equal to R by R plus L. What is R? R is nothing but the time the processor is busy. എത്ര സമയമാണ് പ്രോസസ്സർ ബിസി ആയിട്ടിരിക്കുന്നതാണ് R. L is the time the processor is idle. ഓക്കെ, ഇതിനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് ഈ രീതിയിലാക്കാം, R by R plus L, or it can be also written as 1 by 1 plus L by R. Okay, so this is the formula for the processor efficiency in a single thread processor. Okay, സിംഗിൾ ത്രെഡിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു. ഇപ്പോൾ മൾട്ടിപ്പിൾ കോൺടാക്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ത്രെഡുള്ള കേസിൽ എങ്ങനെയാണ് നമുക്ക് ലാറ്റൻസി ഒഴിവാക്കാം, അല്ലെങ്കിൽ ലാറ്റൻസി ഉണ്ടാവില്ല. എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? കോൺടാക്ട് സ്വിച്ചിങ് വഴി അല്ലേ? അപ്പോൾ ഈ മൾട്ടിപ്പിൾ കോൺടാക്ട്സ് ദ മെമ്മറി ലാറ്റൻസി ക്യാൻ ബി ഹിഡൻ ബൈ സ്വിച്ചിങ് ടു എ ന്യൂ കോൺടാക്ട്സ്. ഇപ്പോൾ മെമ്മറി ലാറ്റൻസി നമുക്ക് ആ കോൺടാക്ട് സ്വിച്ചിങ് വഴി നമുക്ക് അവോയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഓൾറെഡി വരച്ചതാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സർ P1 P എന്ന് പറയുന്ന പ്രോസസ്സർ, ഇപ്പോൾ പ്രോസസ്സറിന് രണ്ട് ത്രെഡുണ്ട്, T1ഉം T2. ഓക്കെ, ഇപ്പോൾ T1 ആണ് ആദ്യം പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഒരു റിമോട്ട് റെഫറൻസ് വന്നപ്പോഴത്തേക്കും പ്രോസസ്സർ അത് ഹോൾട്ട് ചെയ്ത് വെച്ചിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് പ്രോസസ്സർ പ്രോസസ്സർ T2നെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ലാറ്റൻസി എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ബൈ സ്വിച്ചിങ് ടു എ ന്യൂ കോൺടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ ലാറ്റൻസി നമുക്ക് ആ ഒരു കോൺടെക്സ്റ്റ് സ്വിച്ചിങ് വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ കോൺടെക്സ്റ്റ് സ്വിച്ച് ചെയ്യുമ്പോഴും എന്താണ്, നമുക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ഓവർ ഹെഡ് വരും. അപ്പോൾ ഒരു പ്രോസസ്സർ ഒരു കോൺടെക്സ്റ്റിൽ നിന്ന് അടുത്ത കോൺടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ബേർഡൻ വരും. ഓക്കെ, ഒരു ഓവർ ഹെഡ് വരും. ദാറ്റ് ഈസ് മെഷേർഡ് യൂസിങ് C. അതാണ് പറയുന്നത്. ഇറ്റ് ടേക്സ് C സൈക്കിൾസ് ഓഫ് ഓവർ ഹെഡ്. Okay, so the memory latency can be avoided by context switching, but even though the context switching happens, there may be a C cycles of overhead. Okay, pass switching takes C cycles overhead ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോൺടെക്സ്റ്റ് റെഡി ആണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ, കോൺടെക്സ്റ്റ് സ്വിച്ചിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇവിടെ ഒരു ത്രെഡ് അവൈലബിൾ ആയതുകൊണ്ടല്ലേ നമുക്ക് കോൺടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇപ്പോൾ ത്രെഡ് ഇപ്പോൾ ഇവിടെയും ഇതും ഒരു റെഫറൻസിന് അല്ലെങ്കിൽ മെമ്മറി റെഫറൻസിന് പോകണമെങ്കിൽ അടുത്ത കോൺടെക്സ്റ്റ് വേണം. ഓക്കെ, അടുത്ത കോൺടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ദ പ്രോസസ്സർ വിൽ ബി ഇൻ ഐഡിൽ. ഓക്കെ, അപ്പോൾ മാക്സിമം കോൺടെക്സ്റ്റ് വരുമ്പോഴത്തേക്കും പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, as soon as the contexts are available, the processor will not be idle. Okay, അതാണ് പറയുന്നത്. There is always a context ready to execute when a switch occurs. Therefore, a processor will not be idle. ഇപ്പോൾ സ്വിച്ച് ഒക്കർ ചെയ്യുമ്പോഴത്തേക്കും വേറൊരു കോൺടെക്സ്റ്റ് അവിടെ റെഡിയാണ്, അതുകൊണ്ട് പ്രോസസ്സർ ഒരിക്കലും ഐഡിലാകത്തില്ല. ഓക്കെ, ഇത് നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഒരു എഫിഷ്യൻസി കേർവ് വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ എഫിഷ്യൻസി കേർവിൽ ഈ Y ആക്സസ് എന്ന് പറയുന്ന പ്രോസസ്സർ എഫിഷ്യൻസിയും ഇതെന്ന് പറയുന്നത് X ആക്സസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോൺടെക്സ്റ്റ് ആണ്, നമ്പർ ഓഫ് ത്രെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ കോൺടെക്സ്റ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ എഫിഷ്യൻസി കൂടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റീജിയനാണുള്ളത്, സാച്ചുറേഷൻ റീജിയനും ലീനിയർ റീജിയനും. ഓക്കെ, ഇപ്പോൾ ഈ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് എ മാക്സിമം യൂട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ കോൺടെക്സ്റ്റ് ഇവിടെയൊക്കെ കോൺടെക്സ്റ്റുകളുടെ എണ്ണം കുറവാണ്, അപ്പോൾ പ്രോസസ്സർ അപ്പോൾ വളരെ കുറച്ച് എഫിഷ്യൻസിയേ വരുന്നുള്ളൂ. അപ്പോൾ കോൺടെക്സ്റ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസി കൂടി വന്ന് അവസാനം ഇതൊരു സ്ട്രെയിറ്റ് ലൈനായി മാറും. എന്ന് പറഞ്ഞാൽ ഇതൊരു മാക്സിമം യൂട്ടിലൈസേഷൻ മോഡിലേക്ക് മാറും. ഓക്കെ, ഇതിനപ്പുറം പ്രോസസ്സറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ കോൺടെക്സ്റ്റ് എത്ര കൂടിയാലും പ്രോസസ്സറിന് ഈ ഒരു എഫിഷ്യൻസിയിലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഏരിയ ഓഫ് ദ പ്രോസസ്സറാണ്. അതാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലീനിയർ റീജിയൻ എന്താണ്? സാച്ചുറേഷന് മുമ്പ് ഉണ്ടാകുന്നതാണ് ഈ ലീനിയർ എന്ന് പറയുന്നത്. അതായത് കോൺടെക്സ്റ്റിൻ്റെ എണ്ണം കുറയുമ്പോഴത്തേക്കും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അടുത്ത ഇനി ഇവിടെ നമുക്ക് രണ്ട് കോൺടെക്സ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും റിമോട്ട് റെഫറൻസിന് പോയി. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ കോൺടെക്സ്റ്റ് വേണം. ഓക്കെ, മൂന്നാമത്തെ നമുക്ക് കോൺടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ട് പ്രോസസ്സർ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് റെഡി ആയിട്ട് കൊടുക്കാൻ കോൺടെക്സ്റ്റ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ ലീനിയർ റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പം ദർ ഈസ് നോ കോൺടെക്സ്റ്റ് വിച്ച് ഈസ് റെഡി ഫോർ കോൺടെക്സ്റ്റ് സ്വിച്ചിങ്. ഓക്കെ, വിച്ച് ഈസ് നോൺ ആസ് ലീനിയർ റീജിയൻ. ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ലീനിയർ റീജിയൻ.
അപ്പോൾ പിന്നെ നമ്മൾ കോൺടെക്സ്റ്റ് കിട്ടി നമ്മൾ ഓരോ കോൺടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ലീനിയർ നമ്മൾ കൂടി വന്ന് ഈ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരും. ക്ലിയർ? അപ്പോൾ ഇതാണ് 2 different region. Okay, to find the efficiency or to analyze the efficiency of the efficiency of the processor. Clear? So the processor efficiency is analyzed under 2 conditions. As I said, the saturation region. Here is the maximum processor. Now here the processor operates at the maximum utilization. Maximum utilization ആണ് processor വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ എഫിഷ്യൻസി റേറ്റ് നമുക്ക് ഒരു ഫോർമുല വെച്ച് പറയാൻ പറ്റും. സാച്ചുറേഷൻ എഫിഷ്യൻസി സാച്ചുറേഷൻ ഈക്വൽ ടു R/R+C. സോ R ഈസ് നത്തിങ് ബട്ട് ദ ടൈം ദ പ്രോസസ്സർ ഈസ് ബിസി. നമ്മളത് ഓൾറെഡി പറഞ്ഞ ടേമാണ് നേരത്തെ, അല്ലേ? നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു ടേമാണിത്. ഇതാണ് R ഈസ് ദ പ്രോസസ്സർ ബിസി ടൈം എന്ന് പറഞ്ഞില്ലേ, ആ സെയിം സാധനം തന്നെയാണത്. ഓക്കെ, R ഈസ് ദ ടൈം ദ പ്രോസസ്സർ ഇസ് ബിസി. C എന്താണ്? ഓവർ ഹെഡ് ടൈം. ഞാൻ പറഞ്ഞില്ലേ, സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു C സൈക്കിൾ ഓവർ ഹെഡ് വരും, അതാണ് ഓവർ ഹെഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഈ രീതിയിൽ ഡിറൈവ് ചെയ്യാം. R/R+C ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് 1/1+C/R. ഓക്കെ, ഇനി അടുത്ത റീജിയൻ എന്താണ്? ലീനിയർ റീജിയൻ. വെൻ ദ നമ്പർ ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് ബിലോ ദ സാച്ചുറേഷൻ പോയിൻറ്റ് there may be no ready context after context switch. അതായത് സാച്ചുറേഷൻ പോയിൻറ്റ് ബിലോ ആകുമ്പോഴത്തേക്കും ഇത് സാച്ചുറേഷൻ പോയിൻറ്റ് ബിലോ ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോണ്ടെക്സ്റ്റ് കൊടുക്കാനില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 2 എണ്ണേ ഉള്ളൂ, ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിലേ പ്രോസസ്സർ ബിസി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, ആ സമയത്ത് ഇത് ലീനിയർ സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, അതാണ് കോണ്ടെക്സ്റ്റ് ലീനിയർ റീജിയനിലുള്ള കേസ് എന്ന് പറയുന്നത്. So when the number of context is below the saturation point, there may be no ready context after context switch. So the processor will experience a idle cycle. ഈ സമയത്ത് പ്രോസസ്സർ ഐഡിൽ സൈക്കിളിലേക്ക് പോകും. ക്ലിയർ? അപ്പോൾ ഇതാണ് ലീനിയർ റീജിയനും സാച്ചുറേഷൻ റീജിയനും പറയുന്നത്. ഈ ഗ്രാഫ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എഫിഷ്യൻസി കർവ് ഫോർ ദ പ്രോസസ്സർ. ഓക്കെ, മൾട്ടി ത്രെഡഡ് പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി കർവ് അളക്കുന്ന അനലൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇതിന് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഫോർമുലാസ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.